ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് കുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടെ ഫിഷ് വെച്ചിട്ടുള്ള ഒരു നല്ലൊരു സ്നാക്കാണ് ചെയ്യുന്നത്. ഫിഷ് പോക്കറ്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്കൊരു ബാറ്റർ റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു മുട്ട ഞാൻ ബൗളിലോട്ട് ഇടുകയാണ്. നമുക്ക് കുറച്ച് പാൽ ചേർത്ത് വേണം ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. പാൽ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുരുമുളക് പൊടി ഇടാം. അതിനുശേഷം മൈദയും കോൺഫ്ലോറും, 1.5 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് കുറച്ച് ലൂസായിട്ട് തന്നെ ഒന്ന് കലക്കിയെടുക്കാം. നല്ല രീതിയിൽ കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് പാലോ വെള്ളമോ ഒക്കെ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നമ്മളുണ്ടാക്കുന്ന ഫിഷ് പോക്കറ്റ്സിന് നല്ലൊരു ഉറപ്പ്, ഒരു ദൃഢതയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലതായിട്ട് കലക്കിയെടുത്ത ശേഷം നമുക്ക് ബാറ്റർ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കണം. ഫില്ലിങ് റെഡിയാക്കാനായിട്ട് കുറച്ച് ഓയിലും ബട്ടറും കൂടെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ സവോള ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, 4-5 ഗാർലിക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത്തിരി ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി വന്നാൽ മതി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് പെട്ടെന്നൊന്ന് വാടി കിട്ടാനാണ്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 2 ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത്, കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചതും, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് സോസുകളും ബട്ടറൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ടാണ് കറിവേപ്പില ഇടാത്തത്. ഇനി നാടൻ രീതി ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ കറിവേപ്പില ചേർത്തും ചെയ്യാം. നമ്മുടെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്ത് ഇടാവുന്നതാണ്. ഞാൻ ഫിഷ് കഷ്ണമീനാണ് എടുത്തിരിക്കുന്നത്. അത് ഉപ്പും മുളകും ഇട്ടൊന്ന് വേവിച്ചാണ്. അധികവും വെള്ള നിറത്തിലുള്ള മീൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുള്ളില്ലാത്ത മീനാണ് ഇതിലോട്ട് നല്ലത്. കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ചീസൊന്നും ഇട്ട് കൊടുക്കാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അതിൻ്റെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാൻ കേക്കുകൾ റെഡിയാക്കാം. ബാറ്റർ ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ അധികം നമ്മുടെ പാൻ കേക്ക് ഒന്ന് ഉണങ്ങിപ്പോകാതെ പെട്ടെന്ന് നോക്കുക. എന്നാലാണ് നമുക്ക് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് മടക്കിയെടുക്കാൻ പറ്റുന്നത്. കുറച്ച് മൈദയുടെ ബാറ്റർ നമുക്ക്
വെച്ചും ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ഒന്ന് മറിച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്ത് രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല രുചികരമായിട്ടുള്ള ഫില്ലിങ്ങുള്ള നല്ല ഒരു സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നോമ്പ് റൈഫൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.